ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹാവ്രോത്ത ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗലാത്യക്കാർക്കുള്ള ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ലഭിച്ച സ്കോറും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഒന്നാമത്തെ ചോദ്യം, 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഗലാത്യക്കാർക്ക് ആശംസിക്കുന്നത് എന്തെല്ലാം? എ. ശാന്തിയും സമാധാനവും. ബി. സ്നേഹവും സമാധാനവും. സി. സ്നേഹവും കൃപയും. ഡി. കൃപയും സമാധാനവും. ശരിയുത്തരം ഡി. കൃപയും സമാധാനവും. രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് യേശുക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? എ. നമ്മുടെ തിരിച്ചറിവിന്. ബി. നമ്മുടെ പാപങ്ങൾക്ക്. സി. നമ്മുടെ ഓർമ്മയ്ക്ക്. ഡി. നമ്മുടെ മാനസാന്തരത്തിന്. ശരിയുത്തരം നമ്മുടെ പാപങ്ങൾക്ക്. ഗലാത്യക്കാരെ ഉപദ്രവിക്കുവാനും എന്തിനെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ടെന്നാണ് പൗലോസ് ശ്ലീഹ സൂചന നൽകുന്നത്. എ. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ. ബി. ക്രിസ്തുവിൻ്റെ സഭയെ. സി. ക്രിസ്തുവിൻ്റെ കൃപയെ. ഡി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ. ശരിയുത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ. ഗലാത്യക്കാർ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് അവരോട് പ്രസംഗിക്കുന്നവൻ എങ്ങനെയുള്ളവനാകട്ടെ എന്നാണ് ശ്ലീഹ പറഞ്ഞത്. എ. ദുഷിക്കപ്പെട്ടവൻ. ബി. വെറുക്കപ്പെട്ടവൻ. സി. ശത്രുഗണത്തിൽപ്പെട്ടവൻ. ഡി. ശപിക്കപ്പെട്ടവൻ. ശരിയുത്തരം ശപിക്കപ്പെട്ടവൻ. പൗലോസ് ശ്ലീഹ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ആരാവുകയില്ലായിരുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ. അപ്പസ്തോലൻ. ബി. കൂട്ടാളി. സി. ദാസൻ. ഡി. ശിഷ്യൻ. ശരിയുത്തരം ദാസൻ. പൗലോസ് ശ്ലീഹ പ്രസംഗിച്ച സുവിശേഷം എങ്ങനെയുള്ളതല്ല എന്നാണ് ഗലാത്യക്കാരെ അറിയിച്ചത്. എ. ദൈവികമല്ല. ബി. ആത്മീകമല്ല. സി. വ്യാജമല്ല. ഡി. മാനുഷികമല്ല. ശരിയുത്തരം മാനുഷികമല്ല. പൗലോസ് ശ്ലീഹ യഹൂദമതത്തിലായിരുന്നപ്പോൾ എന്തിനെയാണ് കഠിനമായി പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നത്? എ. ദൈവത്തിൻ്റെ സഭയെ. ബി. വിജാതീയരുടെ സഭയെ. സി. യഹൂദമതത്തെ. ഡി. അപ്പസ്തോല സമൂഹത്തെ. ശരിയുത്തരം ദൈവത്തിൻ്റെ സഭയെ. പൗലോസ് ശ്ലീഹയെ എപ്പോൾ തന്നെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? എ. യഹൂദമതത്തിലായിരുന്നപ്പോൾ. ബി. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ. സി. ബാലനായിരുന്നപ്പോൾ. ഡി. മാതാവിൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്നതിനു മുൻപ്. ശരിയുത്തരം മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ. ദൈവം തൻ്റെ കൃപയാൽ പൗലോസ് ശ്ലീഹായെ വിളിച്ചത് തൻ്റെ പുത്രനെപ്പറ്റി ആരുടെ ഇടയിൽ പ്രസംഗിക്കാൻ വേണ്ടിയായിരുന്നു? എ. വിജാതീയരുടെ ഇടയിൽ. ബി. ഗലാത്യക്കാരുടെ ഇടയിൽ. സി. പരിച്ഛേദിതരുടെ ഇടയിൽ. ഡി. അപരിച്ഛേദിതരുടെ ഇടയിൽ. ശരിയുത്തരം വിജാതീയരുടെ ഇടയിൽ. പൗലോസ് ശ്ലീഹ ആരെ കാണാനാണ് ജെറുസലേമിലേക്ക് പോവുകയും 15 ദിവസം അവനോടൊത്ത് താമസിക്കുകയും ചെയ്തത്? എ. ബാർണബാസിനെ. ബി. കേപ്പായെ. സി. യോഹന്നാനെ. ഡി. തീത്തോസിനെ. ശരിയുത്തരം കേപ്പായെ. പൗലോസ് ശ്ലീഹ ജെറുസലേമിലേക്ക് പോയപ്പോൾ കണ്ട അപ്പസ്തോലനായ യാക്കോബിനെ ആരെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? എ. കർത്താവിൻ്റെ സഹോദരൻ. ബി. കർത്താവിൻ്റെ ശിഷ്യൻ. സി. കർത്താവിൻ്റെ അപ്പസ്തോലൻ. ഡി. കർത്താവിൻ്റെ വിശ്വസ്തൻ. ശരിയുത്തരം കർത്താവിൻ്റെ സഹോദരൻ. 14 വർഷത്തിന് ശേഷം പൗലോസ് ശ്ലീഹ വീണ്ടും ജെറുസലേമിലേക്ക് പോയത് ആരോടുകൂടെയാണ്? എ. യാക്കോബിനോടുകൂടെ. ബി. കേപ്പായോടുകൂടെ. സി. ബാർണബാസിനോടുകൂടെ. ഡി. യോഹന്നാനോടുകൂടെ. ശരിയുത്തരം ബാർണബാസിനോടുകൂടെ. പൗലോസ് ശ്ലീഹ ജെറുസലേമിലേക്ക് പോയപ്പോൾ കൂടെ കൊണ്ടുപോയ തീത്തോസ് ഏതു ദേശക്കാരനായിരുന്നു? എ. ഗ്രീക്കുകാരൻ. ബി. അറേബ്യക്കാരൻ. സി. ദമാസ്കസുകാരൻ. ഡി. ഈജിപ്തുകാരൻ. ശരിയുത്തരം ഗ്രീക്കുകാരൻ. പൗലോസ് ശ്ലീഹായുടെയും കൂട്ടരുടെയും യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് അവരെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് അവരുടെ കൂട്ടത്തിലേക്ക്
രഹസ്യത്തിൽ കടന്നുകൂടിയതാര്? എ. വിജാതീയർ, ബി. വ്യാജ സഹോദരന്മാർ, സി. പരിച്ഛേദിതർ, ഡി. അപരിച്ഛേദിതർ. ശരിയുത്തരം വ്യാജ സഹോദരന്മാർ. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരുന്നത്? എ. പൗലോസിന്, ബി. കേപ്പായ്ക്ക്, സി. പത്രോസിന്, ഡി. യാക്കോബിന്. ശരിയുത്തരം പത്രോസിന്. വിജാതീയരുടെ അടുത്തേക്ക് സുവിശേഷത്തിനായി പൗലോസ് ശ്ലീഹായെയും കൂട്ടരെയും അയക്കുമ്പോൾ ആരെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്? എ. വിജാതീയരെപ്പറ്റി, ബി. പരിച്ഛേദിതരെപ്പറ്റി, സി. പാവങ്ങളെപ്പറ്റി, ഡി. അപരിച്ഛേദിതരെപ്പറ്റി. ശരിയുത്തരം പാവങ്ങളെപ്പറ്റി. കേപ്പ എവിടെ വന്നപ്പോഴാണ് അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് പൗലോസ് ശ്ലീഹ എതിർത്തത്? എ. ജെറുസലേമിൽ, ബി. അന്ത്യോക്യായിൽ, സി. ഗലാത്തിയായിൽ, ഡി. ഗ്രീസിൽ. ശരിയുത്തരം അന്ത്യോക്യായിൽ. കേപ്പായുടെയും ചില യഹൂദന്മാരുടെയും പെരുമാറ്റം എന്തുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് പൗലോസ് ശ്ലീഹ മനസ്സിലാക്കിയത്? എ. സുവിശേഷ ദൗത്യവുമായി, ബി. സുവിശേഷ സത്യവുമായി, സി. സുവിശേഷ പ്രഘോഷണവുമായി, ഡി. സുവിശേഷ പ്രചാരണവുമായി. ശരിയുത്തരം സുവിശേഷ സത്യവുമായി. എന്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ. ശരിയായ പ്രാർത്ഥനയിലൂടെ, ബി. ഉത്തരവാദിത്ത ബോധത്തിലൂടെ, സി. നിയമാനുഷ്ഠാനത്തിലൂടെ, ഡി. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ശരിയുത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. എന്തിനായി ജീവിക്കേണ്ടതിനാണ് പൗലോസ് ശ്ലീഹ നിയമത്തിലൂടെ നിയമത്തിനു മൃതനായത്? എ. വചനത്തിനായി, ബി. സുവിശേഷ പ്രചാരണത്തിനായി, സി. ദൈവത്തിനായി, ഡി. പാപങ്ങൾക്കായി. ശരിയുത്തരം ദൈവത്തിനായി. എന്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ലെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? എ. മരണത്തിലൂടെ, ബി. കൃപയിലൂടെ, സി. നിയമത്തിലൂടെ, ഡി. വിശ്വാസത്തിലൂടെ. ശരിയുത്തരം നിയമത്തിലൂടെ. അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചത് അവന് എങ്ങനെയായാണ് പരിഗണിക്കപ്പെട്ടത്? എ. അനുഗ്രഹമായി, ബി. കൃപയായി, സി. കാരുണ്യമായി, ഡി. നീതിയായി. ശരിയുത്തരം നീതിയായി. വിജാതീയരെ എന്തുവഴി ദൈവം നീതീകരിക്കുമെന്നാണ് മുൻകൂട്ടി കണ്ടത്? എ. നിയമം വഴി, ബി. വിശ്വാസം വഴി, സി. സുവിശേഷം വഴി, ഡി. ദൈവത്തിൻ്റെ കൃപ വഴി. ശരിയുത്തരം വിശ്വാസം വഴി. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ എങ്ങനെയുള്ളവനാണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? എ. ഭോഷൻ, ബി. വെറുക്കപ്പെട്ടവൻ, സി. വിജാതീയൻ, ഡി. ശപിക്കപ്പെട്ടവൻ. ശരിയുത്തരം ശപിക്കപ്പെട്ടവൻ. പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഡാഷിൽ നിന്നായിരിക്കുകയില്ല. എ. വാഗ്ദാനത്തിൽ നിന്ന്, ബി. മധ്യവർത്തിയിൽ നിന്ന്, സി. ദൈവത്തിൽ നിന്ന്, ഡി. അബ്രാഹത്തിൽ നിന്ന്. ശരിയുത്തരം വാഗ്ദാനത്തിൽ നിന്ന്. എങ്ങനെയുള്ള ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? എ. വിശ്വാസയോഗ്യമായ, ബി. ജീവദായകമായ, സി. ശക്തമായ, ഡി. കാലാനുസൃതമായ. ശരിയുത്തരം ജീവദായകമായ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും എന്തിനധീനരാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചത്? എ. വിശ്വാസത്തിന്, ബി. നിയമത്തിന്, സി. പാപത്തിന്, ഡി. വാഗ്ദാനത്തിന്. ശരിയുത്തരം പാപത്തിന്. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് എപ്പോൾ വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു? എ. ക്രിസ്തുവിൻ്റെ ആഗമനം വരെ, ബി. പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നതുവരെ, സി. സുവിശേഷ പ്രഘോഷകർ വരുന്നതുവരെ, ഡി. സ്നാനം സ്വീകരിക്കുന്നതുവരെ. ശരിയുത്തരം ക്രിസ്തുവിൻ്റെ ആഗമനം വരെ. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി എന്തു സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു? എ. വിശ്വാസം, ബി. കൃപ,
സി അനുഗ്രഹം, ഡി സ്നാനം. ശരി ഉത്തരം സ്നാനം. പൗലോസ്ലീഹ ഗലാത്യക്കാരോട് ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് എങ്ങനെയുള്ള അവസരത്തിലായിരുന്നു? എ വിശ്വാസരാഹിത്യമുള്ള, ബി യഹൂദനായിരുന്ന, സി ഒറ്റയ്ക്കായിരുന്ന, ഡി ശാരീരിക അസ്വാസ്ഥ്യമുള്ള. ശരിയുത്തരം ശാരീരിക അസ്വാസ്ഥ്യമുള്ള. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സ്ലീഹ ഗലാത്യക്കാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? എ സഹോദരരെ, ബി ഭോഷന്മാരെ, സി പ്രിയരെ, ഡി എൻ്റെ കുഞ്ഞുമക്കളെ. ശരിയുത്തരം എൻ്റെ കുഞ്ഞുമക്കളെ. അബ്രാഹത്തിന് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? എ 2, ബി 3, സി 10, ഡി 5. ശരിയുത്തരം 2. ആരെയാണ് അറേബ്യയിലെ സീനായ് മലയാണെന്നും ഇന്നത്തെ ജെറുസലേമിൻ്റെ പ്രതീകമാണെന്നും പറഞ്ഞിരിക്കുന്നത്? എ സാറായെ, ബി ഹാഗാറിനെ, സി റെബേക്കായെ, ഡി ലേയായെ. ശരിയുത്തരം ഹാഗാറിനെ. നമ്മൾ ആരെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ഇസ്മായേലിനെ പോലെ, ബി യാക്കോബിനെ പോലെ, സി ഏസാവിനെ പോലെ, ഡി ഇസഹാക്കിനെ പോലെ. ശരിയുത്തരം ഇസഹാക്കിനെ പോലെ. നിങ്ങൾ എന്തു സ്വീകരിക്കുന്നെങ്കിലാണ് ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? എ പരിച്ഛേദനം, ബി വിശ്വാസം, സി സ്നാനം, ഡി നിയമം. ശരിയുത്തരം പരിച്ഛേദനം. ആരിലൂടെ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് പൗലോസ്ലീഹായും കൂട്ടരും കാത്തിരിക്കുന്നത്? എ അബ്രാഹത്തിലൂടെ, ബി യേശുക്രിസ്തുവിലൂടെ, സി അപ്പസ്തോലരിലൂടെ, ഡി പരിശുദ്ധാത്മാവിലൂടെ. ശരിയുത്തരം പരിശുദ്ധാത്മാവിലൂടെ. ആർക്കാണ് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനമായിട്ടുള്ളത്? എ യഹൂദർക്ക്, ബി അപ്പസ്തോലർക്ക്, സി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, ഡി ഗലാത്യർക്ക്. ശരിയുത്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. പൗലോസ്ലീഹ പരിച്ഛേദനത്തിന് അനുകൂലമായി പ്രസംഗിച്ചിരുന്നെങ്കിൽ എന്തിൻ്റെ പേരിലുള്ള ഇടർച്ച ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ പരിച്ഛേദനത്തിൻ്റെ, ബി നിയമത്തിൻ്റെ, സി കുരിശിൻ്റെ, ഡി സുവിശേഷത്തിൻ്റെ. ശരിയുത്തരം കുരിശിൻ്റെ. ഏതു കൽപ്പനയിലാണ് നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നത്? എ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ബി നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, സി എല്ലാറ്റിലുമുപരിയായി ദൈവത്തെ സ്നേഹിക്കണം, ഡി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ശരിയുത്തരം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ജഡമോഹങ്ങൾ എന്തിനെതിരാണ്? എ ആത്മസംയമനത്തിന്, ബി സമാധാനത്തിന്, സി ആത്മാവിന്, ഡി ക്ഷമയ്ക്ക്. ശരിയുത്തരം ആത്മാവിന്. എന്താണ് നിങ്ങളെ നയിക്കുന്നതെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ജഡമോഹങ്ങൾ, ബി ആത്മാവ്, സി ദുർവൃത്തി, ഡി നന്മ. ശരിയുത്തരം ആത്മാവ്. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ ആത്മസംയമനം, ബി ദയ, സി മാത്സര്യം, ഡി വിശ്വസ്തത. ശരിയുത്തരം മാത്സര്യം. തങ്ങളുടെ ജീവിതത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നതാര്? എ ത്യാഗമനസ്കർ, ബി യേശുക്രിസ്തുവിനുള്ളവർ, സി ഉത്തരവാദിത്വബോധമുള്ളവർ, ഡി രക്ഷാകർത്താക്കൾ. ശരിയുത്തരം യേശുക്രിസ്തുവിനുള്ളവർ. 5-ാം അധ്യായം 26-ാം വാക്യം അനുസരിച്ച് നാം പരസ്പരം എങ്ങനെയുള്ളവരെല്ലാം ആകാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 വിദ്വേഷികളും, 2 വ്യർത്ഥാഭിമാനികളും, 3 അസൂയപ്പെടുന്നവരും, 4 പ്രകോപിപ്പിക്കുന്നവരും. എ 1, 2, 4, ബി 1, 2, 3, സി 2, 3, 4, ഡി 1, 3, 4. ശരിയുത്തരം സി 2, 3, 4.
വ്യർത്ഥാഭിമാനികളും അസൂയപ്പെടുന്നവരും പ്രകോപിപ്പിക്കുന്നവരും. ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ അവനെ എപ്രകാരം വീണ്ടെടുക്കുവാനാണ് ഗലാത്യക്കാരോട് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? എ. ക്ഷമയോടെ, ബി. സൗമ്യതയോടെ, സി. സ്നേഹത്തോടെ, ഡി. ആത്മസംയമനത്തോടെ. ശരിയുത്തരം സൗമ്യതയോടെ. ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ. സൗമ്യതയോടെ, ബി. ശാന്തതയോടെ, സി. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, ഡി. അനുസരണയോടെ. ശരിയുത്തരം പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്. ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ എന്തു ചെയ്യുന്നു? എ. വിലയിരുത്തുന്നു, ബി. അഹങ്കാരിയാക്കുന്നു, സി. മേന്മ ഭാവിക്കുന്നു, ഡി. വഞ്ചിക്കുന്നു. ശരിയുത്തരം വഞ്ചിക്കുന്നു. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് കൊയ്തെടുക്കുന്നതെന്ത്? എ. നിത്യജീവൻ, ബി. ശാന്തി, സി. ആനന്ദം, ഡി. നേട്ടം. ശരിയുത്തരം നിത്യജീവൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്തിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. എ. സ്നേഹത്തിൽ, ബി. ദയയിൽ, സി. കാരുണ്യത്തിൽ, ഡി. കുരിശിൽ. ശരിയുത്തരം കുരിശിൽ. പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, മറിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണെന്നാണ് പൗലോസ്ലീഹയുടെ അഭിപ്രായം? എ. പുതിയ സൃഷ്ടിയാവുക, ബി. സുവിശേഷ പ്രഘോഷകരാകുക, സി. പരസ്പരം സ്നേഹിക്കുക, ഡി. ബാഹ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ശരിയുത്തരം പുതിയ സൃഷ്ടിയാവുക. താങ്ക് യു.